സ്നേഹാവസ് ആണ്. അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്ററുകളിലായിട്ട് ഓരോ ക്വസ്റ്റ്യൻ ആൻസറുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നമുക്ക് എന്ത് വരിക, എക്സാമിനും വരിക. അപ്പൊ ഓണം എക്സാമിനൊക്കെ മക്കൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ. നമുക്ക് ടെക്സ്റ്റ് ബുക്കത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചിരിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചലി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഇല്ലേ, ഒരു അമ്മേന്റെയും മോന്റെയും കഥ അല്ലേ. നമുക്കറിയാം, ടുക്കുമോനും ടുക്കുമോന്റെ അമ്മയും കൂടി എന്താണ് വണ്ടി പഠിക്കാൻ വേണ്ടി പോയ കഥയായിരുന്നു. ആ കഥയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പരിചയപ്പെടാം. ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും നമുക്ക് എന്ത് ചോദിക്കാം, നമ്മുടെ ക്രിസ്മസ് എക്സാമിന് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യരുത്, ഇത് വിട്ടുപോകരുത്. നോക്കണേ. ഓക്കെ, ചലി എന്ന് പറയുന്ന കഥ നമുക്ക് ഓർമ്മയുണ്ടാവും. എന്താണ്, നമ്മുടെ ടുക്കുമോൻ എന്താണ് സൈക്കിള് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ അമ്മ ടുക്കുമോന് ഒരു സൈക്കിളും മേടിച്ചു, കൂട്ടത്തിൽ എന്തും മേടിച്ചു, ഒരു സ്കൂട്ടിയും കൂടി മേടിച്ചു. പക്ഷെ രണ്ടാൾക്കും ഓടിക്കാൻ അറിയൂല. രണ്ടാളും എന്ത് ചെയ്തു, കഷ്ടപ്പെട്ട് രാവിലെയൊക്കെ എഴുന്നേറ്റ് നമ്മളെല്ലാവരും പോകുന്നത് പോലെ വണ്ടിയൊക്കെ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി പോയി. പക്ഷെ എന്തു പറ്റി, രണ്ടാളും മലന്നടിച്ചങ്ങ് വീണു അല്ലേ. കാരണം ആരും പഠിപ്പിക്കാനൊന്നും ഇല്ല, ആദ്യമായിട്ടാണ് സൈക്കിളും വണ്ടിയൊക്കെ ഓടിക്കുന്നത്. അപ്പൊ എന്താവും, നമ്മൾ വീണു പോകും അല്ലേ. അങ്ങനെ വീണു പോയിട്ട് എന്ത് ചെയ്തു, അവർ ഇനി ഓടിക്കൂല എന്നുള്ള തീരുമാനമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അല്ല, നല്ല രസം ഉണ്ടായിരുന്നു ഈ ഓടിച്ച സമയത്ത്. അപ്പൊ എന്ത് തീരുമാനിച്ചു, നാളെ മുതൽ വീണ്ടും എന്ത് ചെയ്യാൻ പോവാം, പഠിക്കാൻ പോവാം എന്നുള്ള ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അന്നേ ദിവസത്തെ നമ്മുടെ ടുക്കുവിന്റെ ഡയറി എഴുതാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മക്കൾ എന്തിൽ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടിട്ടുണ്ടാവും. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് എക്സാമിന് എന്ത് ചെയ്യണം, എൻ്റെ മക്കൾ എന്തായാലും പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, വളരെ പരത്തി ഒന്നും എഴുതണ്ട, കുറച്ച് എഴുതിയാൽ മതി. കുറച്ച് എഴുതിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, മാർക്ക് കിട്ടും കേട്ടോ. അപ്പൊ നോക്കാം. ടുക്കുക്ക് ഡയറി ലിഖേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ടുക്കുവിന്റെ ഡയറി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡയറിയാണ് കേട്ടോ. ഡയറി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. പല്ല് തേച്ചു, കുളിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറിയിൽ പറയോ? ഇല്ല, നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ, അന്ന് നടന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രം അല്ലേ. പിന്നെ ഡേറ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ഹിന്ദിയിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലാണ് ഇടാറ്. ഓക്കെ, എന്താണ്, സാധാരണ നമ്മുടെ ഹിന്ദിയുടെ ഫോർമാറ്റ് പ്രകാരം, ഡയറിയുടെ ഫോർമാറ്റ് പ്രകാരം ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഇടുക കേട്ടോ. മിസ് എന്ത് ചെയ്യാണ്, ലെഫ്റ്റ് സൈഡ് തന്നെയാണ് പഠിപ്പിച്ചു തരുന്നത് മക്കൾക്ക് കേട്ടോ. റൈറ്റ് സൈഡിലല്ല, ലെഫ്റ്റ് സൈഡിൽ തന്നെയായിട്ടാണ് പഠിപ്പിക്കുന്നത്. കാരണം നമ്മൾ എന്താണ്, നമ്മൾ എഴുതുന്നതിൽ നമ്മൾ ഹിന്ദിയിൽ ഇങ്ങനെയാണ് എഴുതാറ് കേട്ടോ. അപ്പൊ മക്കൾ തെറ്റ് പഠിക്കേണ്ട, അത് തന്നെ പഠിക്കുക കേട്ടോ. നോക്കാം. നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബോക്സ് ഒക്കെ വരയ്ക്കണം. ഇങ്ങനെ നമുക്ക് ഫോർമാറ്റ് മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഷോർട്ടിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒന്ന് പോയി കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊരു ഡയറി എഴുതാം അല്ലെ. ഡയറി എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ബോക്സ് ഒക്കെ വരയ്ക്കുന്നു. ഡേറ്റ് നിർബന്ധമാണ്. അതൊരിക്കലും നമ്മൾ ഡയറിയിൽ വിട്ടുപോകരുത്. ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെയാണോ എഴുതി വെക്കേണ്ടത്, മക്കൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ മൺഡേ, പിന്നെന്താണ്, അല്ലെങ്കിൽ ചൊവ്വാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എഴുതരുത്. ഹിന്ദിയിൽ തന്നെ ഹിന്ദിയുടെ എക്സാമിന് എഴുതാൻ വേണ്ടി നോക്കണം. സോമവാർ, ഒരു ഡേറ്റ്, സോമവാർ എന്താ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേയുടെ പേര് എഴുതുക. സോമവാർ, മംഗൾവാർ, ശുക്രവാർ, ശനിവാർ എന്നൊക്കെ പറഞ്ഞ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു വാർ എഴുതി വെക്കുക കേട്ടോ. പിന്നെ എന്ത് എഴുതണം, ഒരു ഡേറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഡേറ്റ് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് എങ്ങനെ നമ്മൾ തുടങ്ങണം നോക്കിക്കേ. ആജ് കാ ദിൻ, ഇന്നത്തെ ദിവസം, ഏക് അവിസ്മരണീയ ദിൻ താ. എല്ലാ കഥാപാത്രങ്ങളും ഇങ്ങനെ തുടങ്ങിയാൽ മതി. ഇനിയിപ്പോ ടുക്കുമോന്റെ അമ്മേന്റെ ഡയറി എഴുതാൻ വേണ്ടി വന്നു വിചാരിക്കുക. അപ്പൊ ആരുടെ ഡയറി ആണെങ്കിലും ഇങ്ങനെ തുടങ്ങിയാൽ മതി. ആജ് കാ ദിൻ, ആജ് എന്നാണ് ഇന്ന് അല്ലെ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്, ഡേ എന്ന് പറയുന്നത് എന്താണ്, ഒരു അവിസ്മരണീയ ദിൻ, ഒരു മറക്കാൻ പറ്റാത്ത അല്ലെ, അവിസ്മരണീയ. ഈ വാക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മിസ്സിന് അറിയാം. പക്ഷെ എന്ത് ചെയ്യണം മക്കള്, എഴുതി തന്നെ പഠിക്കണം. കാരണം എല്ലാ ഡയറിയിലും ഇനി അങ്ങോട്ട് എങ്ങനെ എഴുതി വെച്ചാൽ മതി, ഇങ്ങനെ തുടങ്ങിയാൽ മതി. മറക്കാൻ പറ്റാത്ത, അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള എന്നുള്ളതിനാ നമ്മൾ എന്ത് പറയാ, അവിസ്മരണീയ എന്ന് പറയാ. അത് പഠിച്ചു വെക്കണം കേട്ടോ. മറക്കാൻ പറ്റാത്ത, അവിസ്മരണീയ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. എന്നിട്ട് നമ്മുടെ ടുക്കുമോന്റെ കഥ നമ്മൾ പറയുകയാണേ. കൽ മേരെ ലിയെ ഏക്, കൽ എന്ന് വെച്ചാൽ എന്താണ്, ഇന്നലെ എന്നുള്ള അർത്ഥം കേട്ടോ. ഇന്നലെ, മേരെ ലിയെ എനിക്ക് വേണ്ടിയിട്ട്, ഒരു സൈക്കിൾ और माँ के लिए एक स्कूटर खरीदा गया था. ഇന്നലെ നടന്ന സംഭവം നമ്മൾ ആദ്യം എഴുതണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, ഇന്ന് രാവിലെ ഞങ്ങൾ വണ്ടി ഓടിക്കാൻ പോയി, വീണു എന്നുള്ള കഥ പറയാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ നോക്കാം. കൽ, ഇന്നലെ, മേരെ ലിയെ എനിക്ക് വേണ്ടിയിട്ട്, ഏക സൈക്കിൾ, എനിക്ക് വേണ്ടിയിട്ട് ഒരു സൈക്കിളും, ഓർ മീൻസ് എന്താണ്, ആൻഡ് എന്നുള്ള അർത്ഥം കേട്ടോ അവിടെ. മാ കെ ലിയെ, അമ്മയ്ക്ക് വേണ്ടിയിട്ട്, ഏക് സ്കൂട്ടർ ഖരീദ ഗയാ താ, ഒരു സ്കൂട്ടർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഖരീദ എന്ന് വെച്ചാൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. ആ സുബ, ഇന്ന് രാവിലെ, മോർണിംഗ്, രാവിലെ കേട്ടോ. സുബ എന്ന് വെച്ചാൽ രാവിലെ എന്നുള്ള അർത്ഥമാണ്. ഹം
ഞങ്ങൾ എന്ത് ചെയ്തു? ഗാഡി ചലാന സീഖ്നെ ഗയേ. ഗാഡി എന്ന് വെച്ചാൽ എന്താണ്? വണ്ടിയാണ് കേട്ടോ. വണ്ടി ഓടിക്കാൻ എന്ത് ചെയ്തു? ഞങ്ങൾ പഠിക്കാൻ വേണ്ടി പോയി. സീഖ്നെ ഗയേ എന്നാണ് പഠിക്കാൻ, വണ്ടി ഓടിക്കാൻ പഠിക്കാൻ വേണ്ടി ഞങ്ങൾ പോയി. നമ്മുടെ കുട്ടുക്കുമോ എന്ത് ചെയ്തു? സൈക്കിൾ ഓടിക്കാനും പോയി. അമ്മ എന്ത് ചെയ്തു? സ്കൂട്ടർ ഓടിക്കാനും പോയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓടിക്കാൻ ചലാന ഈ വാക്കൊക്കെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ ഈ പാഠത്തില്. ലേക്കിൻ പക്ഷേ ദോനോ ഗിർപടെ, രണ്ടുപേരും എന്തായി പോയി? വീണുപോയി എന്ന് പറയാനല്ലേ. രണ്ടുപേരും എന്തായി പോയി? വീണു പോയിട്ടുണ്ടായിരുന്നു അല്ലേ? രണ്ടാൾക്കും വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, രണ്ടാളും വീണു അല്ലേ? ചോട്ട് ബി ലഗി. ചോട്ട് മീൻസ് എന്താണ്? മുറിവാണ് കേട്ടോ. മുറിവ് എന്തായി പോയി? പറ്റിയിട്ടുണ്ടായിരുന്നു. ഫിർ ബി എന്നാലും സൈക്കിൾ ചലാന ബഹുത് അച്ഛാ ലഗ. പക്ഷെ മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിലും സൈക്കിൾ ചലാന, സൈക്കിൾ ഓടിക്കുക എന്ന് പറയുന്നത് ബഹുത് അച്ഛാ ലഗ, വളരെ നന്നായിട്ട് തോന്നി, വളരെ ഗുഡായിട്ട് തോന്നി, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നുള്ള പോലെ പറയാം കേട്ടോ. ഇസ്ലിയെ കൽ ഹം ഫിർ സെ സീഖ്നെ ജായേഗി. ഓക്കെ, ഇസ്ലിയെ കൽ എന്ന് വെച്ചാൽ രണ്ടർത്ഥമുണ്ട് മക്കൾ നോക്കണേ. ഇന്നലെ എന്നുള്ള അർത്ഥമുണ്ട്, നാളെ എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. കല്ലെന്ന് വെച്ചാൽ രണ്ടർത്ഥമുണ്ട്, ഇന്നലെ എന്നുള്ള അർത്ഥമുണ്ട്, നാളെ എന്നുള്ള അർത്ഥമുണ്ട്. അപ്പൊ അത് വെച്ച് മിസ് പറയാവേ. ഇസ്ലിയെ അതുകൊണ്ട്, കൽ നാളെ, ഹം ഞങ്ങൾ, ഫിർ സെ വീണ്ടും കേട്ടോ, വീണ്ടും, സീഖ്നെ ജായേഗി. സീഖ്നെ ജായേഗി എന്താണ്? പഠിക്കാൻ പോകും എന്നുള്ള അർത്ഥം കേട്ടോ. പഠിക്കാൻ പോകും. എന്ത് പഠിക്കാൻ പോകും? വണ്ടി പഠിക്കാൻ പോകും എന്ന് പറയാണ്. ആജ് ഏക്ക് മസ്തേദാർ ദിനത്തെ, വളരെ ഫണ്ണായിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. കാരണം വീണിട്ടൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്? വണ്ടി ഓടിക്കാൻ അതൊരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു അല്ലെ. അപ്പം ആജൊരു മസ്തേദാർ ഇതൊരു സ്പെഷ്യൽ സാധനമാണ് കേട്ടോ. ഇന്ന് നല്ല ദിവസമാണോ ചോദിച്ചാൽ അറിയില്ല, ചീത്ത ദിവസമാണോ വെച്ചാൽ നമ്മുടെ ടുക്കുവിന് അറിയില്ല. പക്ഷെ ടുക്കുവിന് എന്തറിയാം? ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, ഒരു ഫണ്ണായിട്ടുള്ള, മസ്തേദാർ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. ഈ വാക്കൊന്ന് പഠിച്ചു വെക്കുക. ഇങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് മക്കൾ പഠിക്കണം കേട്ടോ. അപ്പൊ ഈ ഡയറി പഠിക്കാൻ പറ്റുന്നവർ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിക്കണം. നമ്മുടെ ഡയറിയുടെ ഫോർമാറ്റ് ഒരിക്കലും മറന്നു പോരുത്. ഡയറി ഇനി അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യും? ഇനി അങ്ങോട്ടുള്ള എല്ലാ ക്ലാസ്സിലും നമുക്ക് ചോദിക്കുന്നതായിരിക്കും. അപ്പൊ മക്കള് നന്നായിട്ട് എഴുതണം കേട്ടോ. അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ചാച്ചാ ബൈ ബൈ.